100% സത്യസന്ധമായി എല്ലാം ഫലിക്കുന്ന ഒരു ജ്യോത്സ്യനാണെങ്കിൽ ഒറ്റ പ്രാവശ്യം അവർ കാണാൻ വരും. പിന്നെ കാണാൻ വരേണ്ട കാര്യമില്ല. ഇല്ല, വരുന്നതല്ല ഭയമോ. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് നെഗറ്റീവ് മാത്രം പറയാൻ നിന്നാൽ ഞാൻ പിന്നെ അയാളുടെ അടുത്തോട്ട് പോവില്ല. പക്ഷെ ഭോലക്ഷണം അനുസരിച്ച് വേറൊരു കാര്യം പറയാം. അതായത് അറിയാലോ, ഇടയിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് നിനക്ക് പറ്റുന്ന പണിയല്ല. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചു ഞാൻ 2 ഞാനോട് തുടങ്ങി പാടാ. അവിടെ എവിടുന്ന് മൊത്തം പാടാവ് എന്താ പാടാ. ഞാൻ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാറില്ല. പിന്നെ കയ്യും തിരുമ്പി കാലും തിരുമ്പി ഒരാൾ കൈ തിരുമുന്നത് എന്തുകൊണ്ടാ? എന്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാറില്ല, ഒരു നീണ്ട നിര സൃഷ്ടിക്കാറില്ല. ഒരു ദിവസം ഒരാളെ പിടിക്കും, ഒറ്റയാള്. ഓൺലൈനാണ് ഒരാള്. അന്നത്തെ ദിവസം ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറായിരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന കൺസൾട്ടിങ്. അത് ഇങ്ങോട്ട് ഒന്നും പറയണ്ട, എല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതെന്റെ സമ്പൂർണ്ണ ജാതകമാണ്. എന്താ ചെയ്യണ്ടേ? അത് നോക്കിയിട്ട് എന്റെ ബോധവും ഭാവിയും ഈ ടാരോയും ജ്യോതിഷവും മുഖശാസ്ത്രവും ഹസ്തരേഖാശാസ്ത്രവും ഇത് 4 കൂടിയാണ് ആവശ്യ സമയങ്ങളിൽ സംയോജിപ്പിച്ചു കൊടുക്കുക. ഈ ടാരോ ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജി, ആത്മാവ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഒരു ചില വ്യക്തികൾക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് എന്താ പറയുക, അവർക്ക് മാനസികപരമായിട്ട് ഈ കാര്യത്തിലൊക്കെ വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കും. അവർക്കൊക്കെ അതാണ് അനുഭവപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇൻറ്റ്യൂഷൻ പവർ ഭയങ്കരമാണ്. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഉള്ളിൽ എന്ത് ചെയ്യും, എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് എടുത്തു കഴിയുമ്പോൾ ഇത് ധാരാളം ചിത്രങ്ങളുണ്ടാവും. ഇതിൽ നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണടച്ചതിന് ശേഷം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ കാർഡിലേക്ക്, ഏതോ ഒരു സിഗ്നലിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫോക്കസ് ചെയ്യും. ആ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണത് കണ്ടെത്തി പറയുന്നത്. അപ്പം ഇതിൻ്റെ ഫീലിങ്സ് എനിക്ക് എന്താ പറയുക, അതിൻ്റെ ആത്മാവ് ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായി ആ വ്യക്തിക്ക് എന്തെങ്കിലും തോന്നുന്നതാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഇതിനെ ഭയക്കാത്തവരെ ഇത് ബാധിക്കില്ല. ഭയക്കാത്തതല്ല, അവർക്ക് എനിക്ക് തോന്നുന്നത് അവരുടെ ശരീരത്തിലെ വൈറ്റമിൻസിൻ്റെ കുറവുകളാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് മാനസികപരമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നത്. ചില വൈറ്റമിൻസുകളുടെ കുറവുകളും ശരീരത്തിലെ ആൽക്കലീസുകളുടെ കുറവുകളൊക്കെ അവർക്ക് മാനസികവും ശാരീരികമായിട്ട്, ഇപ്പോൾ B12 B1 ഒക്കെ കുറയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഇതുണ്ടാകും. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, പല ചിന്തകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് അവർക്ക് തോന്നുന്നതാണ്. പക്ഷെ നമ്മൾ കാർഡ് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കും, തീർച്ചയായിട്ടും ഒരു ഹോമിയോ ഡോക്ടറെ കാണുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുക, ഇല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് പരിശോധിച്ച് നോക്കും. ചില ആൾക്കാർക്ക് രാത്രിയിൽ ഉറക്കം എന്ന് പറയുന്ന സാധനം വളരെ കുറവായിരിക്കും. ഈ ഉറക്കം കുറയുന്ന വളരെ വ്യക്തമായിട്ട് വന്നു. ചില ആൾക്കാർക്ക് രാത്രിയിലല്ല ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഉറക്കമില്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ 12 പാപഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ചന്ദ്രൻ വരുന്നുണ്ട്. ഈ ചന്ദ്രൻ വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ ഈ ചന്ദ്രനും പാവം എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക, രാത്രിയിൽ ഉറക്കിളച്ചിരിക്കുന്നത്. ഈ പാപഗ്രഹം വരുമ്പോൾ പിന്നെ ഉറങ്ങാൻ എന്തില്ല, കുറവാണ്. പക്ഷെ ഈ ചന്ദ്രന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലോ ഏതെങ്കിലും വിധത്തിലോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ നമുക്ക് വേണ്ടി വരും. അങ്ങനെ ഒന്നും സംഭവമില്ല. ഇങ്ങനെ ഈ ഉറക്കമില്ലാത്ത 5 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത്. ഈ ഇങ്ങനെ കുറയുന്നവരാണ്. പക്ഷെ ഇതൊക്കെ ശീലമായിട്ട് വരുന്നവരുണ്ട്. അത് ആഹാരം തെറ്റി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കാർഡിലൂടെ അവരുടെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ പറയും. ഇനി കാര്യം ശ്രദ്ധിക്കണം, ഇനി ഇത് എടുക്കണം. ചിലവർക്ക് OCD ടെൻഷൻ ഉണ്ടാകും. ഈ OCD നന്നായിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഈ OCD ടെൻഷൻ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ലിവർ സിറോസിസ് വരുമ്പോഴത്തേക്കും പുറത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നതായിട്ട് തോന്നും. ഇത് എന്ത് ചെയ്യാറുണ്ട്, ഇത് നമ്മളോട് ആരോ സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് ലിവർ സിറോസിസിന്റെ ഒരു കുഴപ്പമാണ്, അശരീരി കേൾക്കുന്നൊരവസ്ഥ. അതുപോലെ തലച്ചോറിൽ കെമിക്കൽ കുറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് ഇത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കയറി എന്ത് ചെയ്യും, ഇവര് ബാധയാണെന്ന് പറയും. അപ്പോൾ ചില വ്യക്തികൾ കയറി വന്നാൽ എല്ലാ ജ്യോതിഷന്മാരോടും ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ടാർഗറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനൊരു മറുപടി നമ്മൾ പറഞ്ഞില്ല എങ്കിൽ ഞാൻ ചീത്ത ജ്യോത്സ്യനാവും. പിന്നെ അവരെൻ്റെ അടുത്തേക്ക് വരില്ല. പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ആളുകൾ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരോട് 100% സത്യസന്ധമായി എല്ലാം ഫലിക്കുന്ന ഒരു ജ്യോത്സ്യനാണെങ്കിൽ ഒറ്റ പ്രാവശ്യം അവർ കാണാൻ വരുള്ളൂ. പിന്നെ കാണാൻ വരേണ്ട കാര്യമില്ല. ഇല്ല, വരുന്നതല്ല, അവർക്ക് ഭയമാവും.
നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്ന് ചോദിച്ചാൽ നെഗറ്റീവുകൾ മാത്രം കണ്ടെത്തി പറയും. അപ്പോൾ ഇത് എൻ്റെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ ഓർക്കും വരുമെന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യൂല, ആരും വരത്തില്ല. ഞാനത് നമ്മുടെ വ്യക്തിപരമായ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പകാലം മുതലേ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പും ഞാൻ ഈ ആത്മീയമായി നിങ്ങളുമായി ഈ അബാക് മീഡിയയിൽ ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ചാനലിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരു 6 മാസം ഒരിക്കലെങ്കിൽ ഏതെങ്കിലും ഒരു ജോത്സ്യനെ കാണുന്ന ഒരാളാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് എപ്പോൾ നോക്കിയാലും എന്നോട് അന്നത്തെ സമയത്ത് ഒരു വർഷം പറയും, ഈ സെപ്റ്റംബർ മാസം മുതൽ രോഗത്തിന് നല്ല കാലം തുടങ്ങുകയാണ്, ഇന്ന പ്രശ്നങ്ങൾ മാറുന്നു, നല്ല കാലം തുടങ്ങണം. അപ്പൊ ഇത്രയും കാലം എനിക്ക് കഷ്ടകാലമാണെന്ന് എന്റെ മനസ്സിലറിയാം. അപ്പോൾ ഈ കഷ്ടകാലത്തെ ഓവർകം ചെയ്യാൻ ഞാൻ പണിയെടുത്തേ പറ്റൂ. അപ്പൊ എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു പ്രതീക്ഷയാണ്. ഈ സെപ്റ്റംബർ എന്റെ പ്രതീക്ഷയാണ്. അങ്ങനെ ഞാൻ കാണുന്ന ഒരാളായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് നെഗറ്റീവ് മാത്രം പറയാൻ നിന്നാൽ ഞാൻ പിന്നെ അയാളുടെ അടുത്തോട്ട് പോവില്ല. പക്ഷെ മോശം അനുസരിച്ച് വേറൊരു കാര്യം പറയാം. അതായത് അറിയാമല്ലോ, അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളോ മറ്റുള്ളവർ വഴി തെളിക്കുന്ന കാര്യങ്ങളോ നമുക്ക് ഇഷ്ടമല്ല. അതുപോലെ അതൊരു വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അതായത് നമ്മൾ സ്വന്തമായി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഈ ജ്യോതിഷന്മാരുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ടെൻഷൻ കുറയ്ക്കാവുന്ന ഒരു വഴി മാത്രമാണ്. തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെ. അതുപോലെ ജ്യോതിഷന്മാർ പറഞ്ഞത് ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കാറില്ല. എന്നോട് ഒരു ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട്, ജ്യോതിര ബിസിനസ് പറ്റത്തില്ല, ജ്യോതിര ബിസിനസ് ചെയ്യരുത്. എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ബിസിനസ് നിങ്ങൾ ചെയ്യില്ല? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മോട്ടിവേഷനാണ് പോകുന്നത്. ഞങ്ങൾ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ എതിര് ചെയ്യും, എന്നിട്ട് നിങ്ങൾ വിജയിച്ച് കാണിക്കും. അപ്പൊ ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അവിടെ വെച്ചിട്ട് അടുത്തിടയിൽ എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് നിനക്ക് പറ്റുന്ന പണിയല്ല. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചു അവിടെ വെച്ചിട്ട് പോകാം. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്, ഇവൻ കള്ളനാണോ ഫ്രോഡാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. അവിടെ അവിടുന്ന് മൊത്തം എന്താ ഞാൻ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാറില്ല. പിന്നെ കയ്യും തിരുമ്പി കാലും തിരുമ്പി കള്ളന ഇവനൊക്കെ ഒരാൾ കൈ തിരുമുന്നത് എന്തുകൊണ്ടാ നമ്മുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നതാണ്. മനസ്സിലായത്? ആ കാലം ഉണ്ടോ, കാലിൽ നിന്ന് എന്ത് ചെയ്യുക, ആട്ടുക. ആ പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ബോഡി ലാംഗ്വേജ് എല്ലാ ജ്യോതിഷന്മാരും എല്ലാവരും അത്യാവശ്യം എല്ലാവരും ബോഡി ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും പഠിക്കണം, ഇല്ല എനിക്കറിയില്ല. ബോഡി ലാംഗ്വേജ് പുസ്തകം മേടിക്കാൻ കിട്ടും, എനിക്കത് പഠിക്കണം. അത് വേറെ ഉണ്ട്. ബോഡി ലാംഗ്വേജ് അമിതമായി പഠിക്കുമ്പോൾ ഉള്ള കാര്യം ബന്ധങ്ങൾ അകന്നു പോകാൻ നോക്കണം. കാരണം എന്ന് പറഞ്ഞാല് ഇവര് കാണിക്കുന്ന പല കള്ളത്തരങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചെങ്കിലേ ഇവരൊക്കെ കൂടെ നിൽക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം കൂടി നമ്മുടെ ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങളെ കാണണമെങ്കിൽ ഓൺലൈനിൽ കൺസൾട്ടിങ് ഓൺലൈൻ ചെയ്യാം. അവിടെ വീട്ടിൽ വന്ന് ഓഫ്ലൈനായിട്ട് വീട്ടിൽ വന്ന് ചെയ്യാം. ദൂരെയുള്ളവരാണെങ്കിൽ ദൂരെയുള്ളതെന്ന് പറഞ്ഞാണ്ട് എനിക്കിപ്പോ വിദേശത്തു നിന്നൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിക്കാം. അത്യാവശ്യം ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്കി എല്ലാ ദിവസങ്ങളിലും അവൈലബിൾ ആണ്. ഞാൻ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. എല്ലാ ദിവസവും ഒരു കാര്യം പറയാം, എൻ്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാറില്ല, ഒരു നീണ്ട നിര സൃഷ്ടിക്കാറില്ല. ഒരു ദിവസം ഒരാളെ പിടിക്കുള്ളൂ, ഒറ്റയാള്. ഓൺലൈനാണ് ഒരാള്. അന്നത്തെ ദിവസം ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറായിരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന കൺസൾട്ടിങ്. അത് ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം എൻ്റെ വൈഫിന് അത്യാവശ്യം ഇച്ചിരി മേലായി ഉള്ളതുകൊണ്ട് അവളുടെ അടുക്കളയിൽ സഹായിച്ച് അത്യാവശ്യം എഴുതുകയും പഠിക്കുകയും ചെയ്ത് ആ ഒരൊറ്റ ഇത് മാത്രം. നമുക്ക് കോടീശ്വരനാകുമൊന്നും വേണ്ട, നമുക്ക് ഒരു കുടുംബജീവൻ നയിച്ചു പോയാൽ മതി. അതുപോലെ തന്നെ ഉള്ളത് ഡീപ്പായിട്ട് പറയുക എന്നുള്ളത് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. എന്തായാലും വളരെ നമ്മൾ ഫോണിൽ പോലും സംസാരിക്കാതെയാണ് വന്നത്. സത്യത്തിൽ ഞാൻ എടുക്കേണ്ട ഇന്റർവ്യൂ അല്ല ഇത്. ശില്പിയാണ് ഇന്റർവ്യൂ എടുക്കേണ്ടിയിരുന്നത്. അവർക്ക് മറ്റൊരു ഷൂട്ടിന്റെ പ്രിപ്പറേഷൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം ഈ ടാരോ റീഡിങ്ങിന്റെ 2-3 ഇന്റർവ്യൂ ഞാൻ തന്നെയാണ് എടുത്തത്. അപ്പം ഞാൻ എടുത്തോളാമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ഇന്റർവ്യൂ ആയി കരുതുന്നു. താങ്കൾക്ക് സന്തോഷമാണല്ലോ? ദൈവാനുഗ്രഹം, സന്തോഷം. ക്വാളിറ്റി ഉണ്ടായാൽ മതി. സന്തോഷം.